ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. LK's നാടൻ അടുക്കളയിലെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ്. ഇതൊരു സ്വീറ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന, വളരെ ഈസിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്. 4 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് മാത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്വീറ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചെക്കിലാട്ടിയ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ കൊണ്ട് തയ്യാറാക്കുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നെയ്യിലും തയ്യാറാക്കാം, അതൊരു വ്യത്യസ്തമായ ടേസ്റ്റാവും. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു സ്വീറ്റ് ക്രേവിങ്സ് ഉള്ള ദിവസങ്ങളിൽ വീട്ടിൽ അനായാസമായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പ് തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രം വേണമെങ്കിലും മെഷർമെൻറ്റിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 25ഓളം ആൽമണ്ട്സ് എടുത്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് ഈ സ്വീറ്റ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് നട്ട്സ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. ആൽമണ്ട്സിനെ കാട്ടിലും കാഷ്യൂ നട്ട്സ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ചേർത്ത് ആൽമണ്ട്സൊക്കെ ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം. അത് നന്നായിട്ടൊന്ന് വറന്ന് കിട്ടണം കേട്ടോ. ഇപ്പോൾ നോക്കി, ആൽമണ്ട്സൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് നോക്കി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ 1/2 കപ്പ് ഓയിലും അതോടൊപ്പം 1 കപ്പ് ഗോതമ്പ് മാവ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഗോതമ്പ് മാവ് എണ്ണ മുഴുവൻ പിടിച്ചെടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ഗോതമ്പ് മാവിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഗോതമ്പ് പൊടി നന്നായിട്ട് മൂത്ത് വന്നാൽ മാത്രമേ നമ്മുടെ ഈ സ്വീറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൈയെടുക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഗോതമ്പ് മാവിലേക്ക് പിടിച്ചിരിക്കുന്ന ഈ എണ്ണ മുഴുവൻ ഊസോട്ടായി വരും കേട്ടോ. അതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോഴേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും. അതുവരെയിൽ നമ്മളിങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ മാത്രമേ അതിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങുള്ളൂ. അതുവരെയിൽ നമ്മളിങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ പൊടി എത്രത്തോളം മൂക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈ സ്വീറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നോക്കി, ഒരല്പം ഒന്ന് മാവ് ലൂസാവാൻ തുടങ്ങിയിട്ടില്ലേ? അതെൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മാവ് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള എണ്ണ സെപ്പറേറ്റായി വരുന്നതാണ്. ഇതിനിപ്പോൾ നമുക്ക് ഏതാണ്ട് 1 കപ്പോളം എണ്ണയുടെ ആവശ്യമുണ്ട്. എണ്ണയായാലും നെയ്യായാലും. ഇപ്പം നമുക്ക് 2 തരത്തിൽ ഇത് തയ്യാറാക്കാം കേട്ടോ. ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലും മറ്റൊന്ന് സ്പൂൺ കൊണ്ട് നമുക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന രീതിയിലും തയ്യാറാക്കാം. അപ്പോൾ 1 കപ്പ് എണ്ണ നമുക്ക് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ തന്നെ ചേർക്കുകയാണെങ്കിൽ ഇത് സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരു ടെക്സ്ചറിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് അതിന് പകരം ഈ കട്ട് ചെയ്തെടുക്കുന്ന ഹൽവ കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ചേർത്താൽ മതിയാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് എണ്ണ ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ നോക്കി, നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. വിൻ്റർ സീസണിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇത് നോക്കി, ഇപ്പോൾ പൊടിയിൽ നിന്ന് എണ്ണയൊക്കെ ഊർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ പൊടി മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അല്പസമയം കൊണ്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഏതാണ്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെയിലും നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിൽ 1 കപ്പ് ശർക്കര ചീകിയതും 1 കപ്പ് തന്നെ വെള്ളവും ചേർത്ത് ഒന്ന് അലിയാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഗോതമ്പ് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ശർക്കര പാനിയും തയ്യാറായിട്ടുണ്ടാവും. മെഷർമെൻറ്റ് ഓർത്ത് വയ്ക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ 1:1:1 എന്ന കണക്കിലാണ് നമ്മളെല്ലാം എടുക്കേണ്ടത്. 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് വെള്ളം, 1 കപ്പ് ശർക്കര ചീകിയത്, അതുപോലെ തന്നെ 1 കപ്പ് എണ്ണ. ഇത്രയുമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്.
ഇതിപ്പോൾ നോക്കി നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, പൊടിയൊക്കെ ഒന്ന് ലൂസായിട്ട് വരുന്നുണ്ട്. ഇത് നോക്കി നല്ലൊരു കളറിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ 1 കപ്പ് എണ്ണയും ആദ്യമേ തന്നെ ചേർക്കുകയാണെങ്കിൽ ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും എണ്ണ മുഴുവനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ധാരാളം എണ്ണ ഇതിലുണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ 1/2 കപ്പ് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയിലിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ മൂത്ത് കിടക്കുന്ന മാവിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നോക്കി നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നന്നായിട്ട് നമ്മുടെ പൊടി മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ, ഈ ഗോതമ്പ് പൊടി മൂക്കുമ്പോഴുള്ള മണം. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്വീറ്റിൽ ഏലക്കായ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ വെളിച്ചെണ്ണയുടെ മണം തന്നെ ധാരാളമാണ്. നെയ്യിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒരല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കി വെച്ച ശർക്കര പാനിയാണിത്. 1 കപ്പ് ചീകിയ ശർക്കരയും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കി അരിച്ചെടുത്തതാണിത്. അത് അല്പാൽപമായിട്ട് നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും കട്ട കെട്ടില്ല കേട്ടോ, കാരണം നമ്മുടെ പൊടി നന്നായിട്ട് മൂത്തതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കുമ്പോൾ കട്ട കെട്ടുമെന്നൊന്നും പേടിക്കണ്ട. ഇതുപോലെ അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മധുരമുള്ളതാണ്. നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളം കൊണ്ട് ചേർത്തിട്ട് അലിയിച്ച് ചേർത്താലും മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ 1 കപ്പ് ശർക്കര പാനിയും നമുക്കിതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. അറ്റ് എ ടൈം ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള മുഴുവൻ ശർക്കര പാനിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന മസ്കറ്റ് ഹൽവ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടില്ലേ, അതേ ടേസ്റ്റിലുള്ള ഒരു നല്ല സ്വീറ്റാണിത്. മസ്കറ്റ് ഹൽവ അവർ തയ്യാറാക്കുമ്പോൾ തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കുന്നത്. അത് ഒരുപാട് സമയം കുക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇതിപ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കര പാനി മുഴുവൻ ഈ പൊടിയിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ട രീതിയിലാണ് ഈ സ്വീറ്റ് വേണ്ടതെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഈ ശർക്കര പാനി മുഴുവൻ ഇതിലേക്ക് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം. അപ്പം ഞാൻ ഒരല്പം കൂടെ എണ്ണയൊക്കെ ചേർത്തിട്ട് ഇതിനെ ഒരു സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരു ടെക്സ്ചറിലേക്കാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നോക്കിയില്ല, ഈ കാണുന്ന രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ ശരിക്കും നമ്മുടെ ഹൽവ പീസ് പോലെ തന്നെ ഇതുണ്ടാവും കേട്ടോ. ഞാൻ ബാക്കിയുള്ള എണ്ണയും കൂടെ അല്പാൽപമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഏതാണ്ട് ഒരു 3/4 കപ്പോളം എണ്ണ നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. 1 കപ്പ് വരെ ആവാം കേട്ടോ. ഈ എണ്ണ ചേർത്ത് നമ്മൾ ഇളക്കി കൊടുക്കും തോറും നമ്മുടെ ഹൽവേൻ്റെ ടെക്സ്ചറിനൊരു വ്യത്യാസം ഉണ്ടാവും. കുറച്ചുകൂടെ ഒന്ന് ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും. മെൽറ്റിനോ മൗത്ത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ, അതുപോലെ വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന പോലെ നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു ഹൽവയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നന്നായിട്ടൊരു ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. ഇനി ഒന്നും കൂടി കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരല്പം കൂടെ എണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 3/4 കപ്പോളം എണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പെട്ടെന്നൊരു സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ തോന്നുന്ന സമയത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളതാണ്. ഗോതമ്പ് പൊടി ആയാലും
വെളിച്ചെണ്ണ, ശർക്കര, ഇതൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ. ഇപ്പോൾ നട്ട്സ് മാത്രം ഒരു പക്ഷേ നമുക്ക് വീട്ടിലുണ്ടായെന്ന് വരില്ല. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പീനട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, നമ്മുടെ കപ്പലണ്ടി. ഇത് നോക്കി, നല്ല ഫ്ലഫിയിൽ നമ്മുടെ വീറ്റ് ഹൽവ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവറിലുള്ള നല്ലൊരു സ്വീറ്റാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ടെക്സ്ചറിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇത്. നമ്മുടെ ടേസ്റ്റി വീറ്റ് ഹൽവ അതേ തയ്യാറായിട്ടുണ്ട്. ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. വിൻ്റർ സീസണിൽ ഇതുപോലൊരു സ്വീറ്റ് തയ്യാറാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാനിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ, കൈ കൊണ്ട് പിടിക്കാൻ പറ്റണില്ല, കൈ പൊള്ളണുണ്ട്, അത്രമാത്രം ചൂടാണ്. ഇതിങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന അതേ ടെക്സ്റ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാത്രത്തിലേക്ക് അത് മോൾഡ് ചെയ്തെടുക്കുന്നത്. ഭയങ്കര ചൂടാണ്, ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതേ നോക്കി. ഇപ്പം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് കൂടെ ഇട്ടിട്ടുണ്ട്. അതൊരു കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ് കേട്ടോ, അല്ല ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൽ നമ്മൾ ധാരാളം നട്ട്സ് ചേർത്തിട്ടുണ്ട്. ഓരോ തവണ നമ്മളിത് കഴിക്കുമ്പോഴും നമ്മുടെ വായിലുള്ളിലേക്ക് നട്ട്സും കൂടെ ചേർന്നാവും വരിക. അത്രമാത്രം നട്ട്സ് ചേർത്തിട്ടുണ്ട് ഇതിനുള്ളിലേക്ക് ഞാൻ. നമ്മുടെ ടേസ്റ്റി വീറ്റ് ഹൽവ ഇതേ തയ്യാറായിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നിങ്ങളും തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഹൽവ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായില്ലെങ്കിലും പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ടാൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള.